ഇവിടെ കണ്ട ഗോൾഡ് കണ്ട 100 കണക്കിന് ജാറുകളാണ് ഇവിടെ നിന്ന് പുറത്തേക്ക് പോകണമെന്ന് പറഞ്ഞു. നമ്മുടെ പേര് എന്താ വെച്ചാല് നമ്മളിവിടെ നിൽക്കുമ്പോൾ ഒരുപാട് സ്ഥലത്ത് നിന്ന് ഇവർക്ക് ഫോൺ വരുന്നുണ്ട്. സ്വർണ്ണം വാങ്ങാനും പിടിക്കാനൊക്കെ ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ ഇവർ പോയിട്ടുള്ളൂ. പക്ഷെ വീഡിയോ എടുക്കാനായിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ ഇതുവരെ ഇവർ കൊടുത്തിട്ട് നമുക്ക് എന്തുണ്ടാവുന്നുണ്ടല്ലോ ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. ഗോൾഡ് തപ്പിയ സ്വർണ്ണ കട്ടിയാണ് നോക്കിയ. ഇന്നലെ വരെ ഞങ്ങളുടെ ടെൻഷൻ ഇവരിലേക്ക് എത്താൻ പറ്റുമോ എന്നുള്ളതായിരുന്നു. ഇപ്പോൾ നമ്മുടെ ടെൻഷൻ ഇവരിൽ നിന്ന് ഓടി പോരാൻ പറ്റുമെന്നാണ് പേടി. ഓടി വരില്ലട്ടോ. കടത്തി കൂടെ ഇല്ലാട്ടോ നമ്മളെ ഫുള്ള് നമ്മളെ ബ്ലോക്ക് ചെയ്തിരിക്കുക. സംഭവം മനസ്സിലല്ലേ, പോലീസുകാർക്ക് പോലും റോളില്ല. മഡഗാസ്കറിലത്തെ ഗോൾഡ് തേടിയുള്ള യാത്ര തുടർന്നുകൊണ്ടിരിക്കുക. നമ്മൾ എന്തുണ്ടല്ലോ ഗോൾഡ് തേടി നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ വന്നപ്പോൾ ഗോൾഡ് കണ്ടു, അല്ലെങ്കിൽ ഗ്രാമങ്ങളൊക്കെ ഗോൾഡ് കണ്ടു. പക്ഷെ നമ്മൾ ഇതിന്റെ ഒരു പൂർണ്ണ രൂപം ഉണ്ടല്ലോ, ഒരു വിശ്വരൂപത്തിലേക്കാണ് നമ്മളൊന്ന് പോണത്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോ ശാന്താമരിയിൽ വന്നിരിക്കുന്നത്, ഇവിടുത്തെ പോലീസ് മിലിറ്ററിയിലേക്ക് വന്നിരിക്കുന്നത്. നമുക്ക് രണ്ട് പേരെങ്കിലും മിനിമം നമ്മുടെ കൂടെ പ്രൊട്ടക്ഷൻ ഇല്ലെങ്കിൽ നമുക്ക് ആ ഭാഗത്തേക്ക് തന്നെ പോകാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഇവരെടുത്ത് നമ്മളിന്ന് യാത്ര തുടങ്ങണം, നമ്മുടെ ഗോൾഡ് തേടിയുള്ള യാത്ര. പോയി പോറല്ലേ, ഇതൊരു അന്വേഷണ പരമ്പരയാണ്. അപ്പോൾ ഞങ്ങൾ പല വഴികളും ശ്രമിച്ചു നോക്കി. പക്ഷേ നമുക്ക് കൂടുതലും ഇവരുടെ ബൾക്കായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് സംരക്ഷണം ഇല്ലാതെ പറ്റൂല. അങ്ങനെയാണ് നമ്മൾ ഇവരുടെ പോലീസിന്റെ സഹായം തേടി ഈ യാത്ര മുന്നോട്ട് പോവാണ്. നമുക്ക് ഇവിടുത്തെ എല്ലാ മൈനുകളും അല്ലെങ്കിൽ എല്ലാ ഇല്ലീഗൽ സംഭവങ്ങളും നമുക്കിവിടെ കാണിക്കാൻ പറ്റില്ല. നമുക്ക് അതിൽ ഒരെണ്ണോ രണ്ടെണ്ണോ മൂന്നെണ്ണം നമുക്ക് കാണിക്കാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വില്ലേജിലും ഓരോ മൈനുകളാണ്. ഒരിക്കലും അത് എണ്ണിയ പോലും തീരില്ല എത്ര മൈനുകൾ ഇവിടെ ഉണ്ടെന്ന്. പക്ഷേ നമ്മൾ ഇവരുടെ പ്രൊട്ടക്ഷനിൽ അല്ലെങ്കിൽ ഇവരുടെ കൂടെ നമ്മുടെ കൂടെ പട്ടാളക്കാർ വരണം, നമ്മൾ പെർമിഷൻ മേടിച്ച് രണ്ടുപേരും നമ്മുടെ കൂടെ വരുന്നുണ്ട്. ടീം ട്രാവൽസിയുടെ സ്വർണ്ണം തേടിയുള്ള യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 7 ദിവസത്തെ ഒരു ആഫ്രിക്കൻ യാത്ര പോയാലോ, അതും സൗത്ത് ആഫ്രിക്ക, സിംബാബ്വെ, സാംബിയ എന്ന രാജ്യങ്ങളിലൂടെ. ഒരുപാട് പേര് പറഞ്ഞു ചെറിയ യാത്രകൾ സംഘടിപ്പിക്കാൻ സാധനപ്പാന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ ഗ്രീൻ ബുക്ക് പ്രോഗ്രാമിന്റെ അടുത്ത യാത്ര ഈ വരുന്ന ഓഗസ്റ്റ് സെപ്റ്റംബറിലാണ് നടത്തുന്നത്. ഈ യാത്രയിൽ 2 നാച്ചുറൽ വണ്ടേഴ്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. സൗത്ത് ആഫ്രിക്കയിലെ ടേബിൾ മൗണ്ടനും ലോകത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടങ്ങളൊന്നായിട്ടുള്ള വിക്ടോറിയ വെള്ളച്ചാട്ടവും. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. അപ്പൊ ഞങ്ങൾ രാവിലെ തന്നെ ചെയ്തത് എന്താ വെച്ചാൽ പോലീസ് സ്റ്റേഷനിൽ വന്ന് ഇവിടെ റിപ്പോർട്ട് ചെയ്യുകയാണ്. ഞങ്ങൾ പോകുന്നുണ്ടെന്നൊക്കെയുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ട് അടുത്ത സ്റ്റെപ്പ് വെക്കാനുള്ളതാണ്. അപ്പോൾ അവരോട് പെർമിഷനൊക്കെ എടുത്ത് അവരുടെ പെർമിഷന് വേണ്ടി വെയിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ ശേഷം അഥവാ സംതിങ് ഗോസ് റോങ്, നമുക്ക് എന്തെങ്കിലും നമ്മൾ ഇൻഫോം ചെയ്യാം, നമുക്കൊരു സഹായം വേണ്ടി വരുവാണെങ്കിൽ ഇവരെ ബാക്കപ്പിൽ നമ്മൾ റെഡിയാക്കി നിർത്തുവാണ്. നമ്മളിവിടെ വന്നപ്പോ രാവിലെ വന്നപ്പോ മുതലേ ഇവര് പറയുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മള് സ്വർണ്ണം വാങ്ങാനും പിടിക്കാനൊക്കെ ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ ഇവർ പോയിട്ടുള്ളൂ. പക്ഷെ വീഡിയോ എടുക്കാനായിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ ഇതുവരെ ഇവർ കൊടുത്തിട്ടില്ല. ആദ്യമായിട്ട് ഇവർ കൊടുക്കാൻ പോകണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർക്ക് ബോസുകളോട് ചോദിച്ചിട്ട് തന്നെ വരാൻ പറ്റുള്ളൂ എന്നുള്ളൊരു പ്രശ്നത്തിലപ്പോ നമ്മൾ നിൽക്കുന്നത്. ഇത് നമുക്ക് അങ്ങനെ ഓടിച്ചാടി പോയി ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമല്ല. അതേസമയം നമുക്ക് ഇൻട്രസ്റ്റ് ആണ്, നമുക്കിത് കണ്ടെത്തണം, ഇതിന്റെ വഴികൾ എന്നാണ് അന്വേഷിക്കണമെന്നുണ്ട്. പക്ഷെ നമ്മുടെ സേഫ്റ്റി വിട്ടിട്ടൊരു കളിക്ക് നമ്മളും റെഡിയല്ല. അല്ലാതെ നമ്മളെ ആരും അങ്ങോട്ട് അടുപ്പിക്കുന്നില്ല. ഈ പറഞ്ഞ അതെ, അപ്പൊ അവരുടെ ഒരു ഉദ്യോഗസ്ഥൻ സമ്മതിക്കുമ്പോൾ വേറെ ആൾ സമ്മതിക്കുന്നില്ല. അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളാണ്. അപ്പൊ ഞങ്ങൾ ഇവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്, പെർമിഷൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. When I tell you don't take video, you don't take video because there is very dangerous. Dangerous situation. Dangerous situation. Coming there? Police coming? Okay. Yeah, police coming. We got approval? Yeah. Okay. Okay, that's good. ഒന്നും കുഴപ്പമില്ല, എന്നാലും അവർ കാരണം തന്നെ അവര് നമ്മുടെ കൂടെ കൂടിയുണ്ട്. നമുക്ക് നമ്മുടെ യാത്ര തുടങ്ങാം. ഇവിടുന്ന് ഏകദേശം ഒരു 3 മണിക്കൂർ യാത്രയാണ് നമുക്ക് ഈ പറഞ്ഞ മൈൻ സെക്ടറിലേക്ക് ഉള്ളു കേട്ടോ. നമ്മള് വന്നപ്പോ ഒരു പാലം കയറി തുറക്കണ്ട, ആ പാലം നമ്മള് രാത്രിയാണ് കയറിയത്. നമ്മൾ പകല് കയറിയപ്പോഴുള്ള കാഴ്ച കാണണ്ടാ. നമ്മളിതൊക്കെ താണ്ടിയിട്ട് വേണം നമുക്കൊരു 3 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ലെഫ്റ്റ് കയറി പോണം എന്നാണ് പറഞ്ഞിട്ട് അവര്. ചെറിയ ചെറിയ ഗ്രാമങ്ങളൊക്കെ താണ്ടിട്ട് പോണേട്ടാ. നമ്മൾ ഇന്നലെ വന്ന വഴിയിലെ വേറൊരു ദിശയിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കണേട്ടാ. ഇപ്പൊ തന്നെ നമുക്ക് ഡൈവേർട്ട് ചെയ്തു. ചെറിയ ചെറിയ കുടിലുകളും സംഭവങ്ങളൊക്കെയാണ് നമ്മളിവിടെ കാണുന്നത് കേട്ടോ. നമ്മുടെ ഒരു ഗ്രാമത്തിലേക്ക് എത്തിയപ്പോഴേ നമ്മുടെ കൂടെയുള്ള ആ പട്ടാളക്കാരൻ ജസ്റ്റ് ഒന്ന് ഇറങ്ങിപ്പോയി. എന്താന്ന് ചോദിച്ചപ്പോ പറഞ്ഞ ചേട്ടാ പുള്ളിയുടെ ഇതെടുക്കാൻ വേണ്ടി, ഞാൻ പേര് പറയുന്നില്ല, മലയാളത്തിൽ തോക്ക് എടുക്കാൻ വേണ്ടി തോക്ക് എടുത്തിട്ടാണെന്ന് തോന്നുന്നു. വന്നിട്ട് ആള് ഒരു 200-300 മീറ്റർ മുമ്പിലേക്ക് പോക്കോ അവിടെ നിന്നോളം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഏത് വഴിക്ക് ഇറങ്ങി വരാന്ന് അറിയില്ലടാ. ചെറിയൊരു കവലയിലാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കണ.
ഫുൾ കുട്ടികളാണ്. ഫുൾ കുട്ടികളില്ലാത്ത മഡഗാസ്കറിലേട്ടാ. കഴിഞ്ഞ എപ്പിസോഡൊക്കെ നമ്മൾ കണ്ടിരുന്നു. കണ്ടോ ആൾക്കാരൊക്കെ റോട്ടിൽ നിന്ന് ഇറങ്ങിയത് ഇങ്ങനെ നടക്കാട്ടോ. ഇതിന്റെ ഓരോ വഴികളിലൂടെ ഇടവഴികൂടെയാണ് നമുക്ക് പോണെങ്കിൽ. അപ്പൊ ആളെന്തായാലും തോക്കും കൊണ്ട് വരട്ടെ. ഫുൾ ടീം അധോലോക ടീമുകളൊക്കെ ഒരിക്കുന്നുണ്ട്. നമുക്ക് ഏത് ലെവലിലാണ് പണി വരാന്ന് അറിയില്ല കേട്ടോ. ഇവിടെ കുറെ ഇങ്ങനത്തെ ചെറിയ ചെറിയ ഏജന്റുകളൊക്കെ ഉണ്ട് നമ്മൾ വരുമ്പോ നമ്മളെ കൊണ്ടുപോകാനൊക്കെ ആയിട്ട്. പക്ഷെ ഇതൊക്കെ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ പോലും ഇല്ലാണ്ടാവില്ല ചേട്ടാ. നമ്മളിവിടെ എത്തുമ്പോൾ നമ്മൾ ഓരോ കവലയിൽ എത്തുമ്പോൾ ഏജൻസികളുണ്ട്. നമുക്ക് ഇങ്ങനത്തെ കുറെ ഏജന്റുമാരെ നമുക്ക് കാണാം. ഇവര് ത്രൂ ആയിട്ട് നമുക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ തിരിച്ചു വരും, ചിലപ്പോൾ നമ്മൾ തിരിച്ചു വരില്ല. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് കേട്ടോ അല്ലേ. പിന്നെ ഭാഗ്യം പരീക്ഷിക്കുന്നവരുണ്ടല്ലോ പല രീതിയിൽ വരുന്നുണ്ട്. ഇതിനു വേണ്ടി മാത്രമല്ല വേറെ പല സാധനങ്ങൾ, അതായത് എമറാൾഡ് സംഭവത്തിനൊക്കെ. പക്ഷെ ഇതിൽ എടുത്ത് പറയാൻ സംബന്ധിച്ചാണെന്നറിയോ, നമ്മളെ മലയാളികള് ഒരുപാട് പേര് സ്വർണം തേടിയിട്ട് ആഫ്രിക്കൻ കോണ്ടിനെന്റ് മൊത്തം കളിക്കുന്നുണ്ട്. അതിൽ കുറെ ആൾക്കാർ ഗോൾഡ് കിട്ടുന്നുണ്ട്. പക്ഷെ കുറെ ആൾക്കാർക്ക് കുറെ പ്രശ്നങ്ങൾ ചെന്ന് ചാടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങള് ഗോൾഡ് ഉണ്ട് എന്ന് വെച്ചിട്ട് ആഫ്രിക്കയിലേക്ക് വന്നുകൊണ്ട് ഒരിക്കലും എത്തണമെന്നില്ല. ഭയങ്കര ഡേഞ്ചറസ് ഗെയിമാണ്. സ്വർണം നല്ലതാണ്, അതേപോലെ പിശാചമാണ്. അപ്പൊ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു വലിയൊരു കാര്യമാണ്. നമ്മൾ ഗോൾഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആഫ്രിക്കയിലേക്ക് എത്രയോ ആൾക്കാരെ ഒന്ന് ചത്തു പോകണമെന്നറിയും. അതൊക്കെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയല്ലേ. നമ്മളിതൊക്കെ ഒരു എന്താ പറയാ, ഇവിടുത്തെ ജീവിത രീതികളും ഇവിടുത്തെ പാവങ്ങളെയും എങ്ങനെയാണ് ആളുകൾ ചൂഷണം ചെയ്യുന്നത്, അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ അന്വേഷിച്ചത്. പക്ഷെ നിങ്ങൾ ഭാഗ്യം പരീക്ഷിച്ച് വരുമ്പോൾ ഒരിക്കലും ഈ പറയുന്ന ഏജന്റുമാരിലോ അല്ല ഇതിലൊന്നും ചാടി അട്രാക്റ്റഡ് ആയി പോയി വലിയ അപകടത്തിൽ പോയി പെടുന്ന സാഹചര്യം ഉണ്ടാവില്ല. അങ്ങനെ ഒത്തിരി ഒരുപാട് മലയാളികൾ പോയിട്ടുണ്ട്. ഞങ്ങൾ തന്നെ ഇപ്പൊ എന്തോരം പ്രിക്കോഷൻസ് ഒക്കെ എടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ജസ്റ്റ് ഇത് കാണാനാണ്. നമ്മളിപ്പോ ഇത് ഗോൾഡ് വാങ്ങാനോ കച്ചവടം ചെയ്യാനല്ലോ. നമ്മളൊരു വീഡിയോ എടുക്കുകയാണെങ്കിൽ ഇവിടെ അങ്ങനത്തെ ഒരു ഗോൾഡ് മൈൻ നടക്കണമെന്ന് ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ വേണ്ടി ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയാണ് നമ്മൾ ചെയ്യണത്. അപ്പൊ അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചോളം ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്ഥലം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പണി കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവാണ്. ബാക്കി എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ ഗോൾഡ് എടുക്കാൻ അല്ലെങ്കിൽ സ്വർണ്ണം എടുക്കാനൊക്കെ ആയിട്ട് എമറാൾഡ് എടുക്കാനൊക്കെ ആയിട്ട് വരുമ്പോൾ നമ്മൾ പൈസ കൊണ്ടുവരണം. അതേപോലെ നമ്മളിവിടെ തിരിച്ചു കൊണ്ടുപോകണം. അതൊക്കെ എന്ന് പറയുമ്പോൾ ഹൈ എൻഡ് റിസ്കുകളാ. എന്തും വഴിയിൽ സംഭവിക്കാം, എന്തും ഇടയിൽ സംഭവിക്കാം. നിങ്ങൾ എപ്പോഴും ഗോൾഡ് എന്ന് കേൾക്കുമ്പോൾ ആഫ്രിക്ക ഓടിച്ചായിട്ട് ഗോൾഡ് മേടിക്കാന്ന് ഒരിക്കലും വിചാരിക്കരുത്. അത് മാത്രമല്ല ഇപ്പൊ ഞങ്ങൾ പോകുമ്പോൾ നമുക്ക് ഇത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. പക്ഷെ നിങ്ങൾ വരുമ്പം ഈ പറയുന്ന പോലെ ഏജന്റുമാരെ ഡീൽ ചെയ്യേണ്ടതായിട്ട് വരും. പോലീസിനെ അറിയിച്ചിട്ട് നിങ്ങൾക്ക് വരാൻ പറ്റിയല്ല. അന്നേരം നിങ്ങൾ ഇവിടെ നിന്ന് തിരിച്ചു പോകലുണ്ടാവുകയില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ പോലീസുകാരെന്നെ വഴിയൊരുക്കും. അതിന്റെ അതൊക്കെ ഒത്തിരി ഇവരെ ഏജന്റുമാരും പോലീസുകാരും തമ്മിലുള്ള പ്രശ്നങ്ങൾ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. ഇപ്പൊ നമ്മളൊരു സ്ഥലത്ത് നിന്ന് ഗോൾഡ് വാങ്ങി നമ്മളൊരു 30 കിലോമീറ്റർ കാടിന്റെ ഉള്ളിൽ കൂടെ വന്ന് തിരിച്ചു വരുമ്പോഴേക്കും ആ പോണ വഴിക്ക് നമ്മൾ അലക്കും. അപ്പൊ അങ്ങനെ കുറെ സ്ഥലങ്ങളിൽ കുറെ പ്രശ്നങ്ങൾ നടന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ആരും ഇത് അനുകരിക്കാതിരിക്കുക. അതെത്ര നമുക്ക് പറയാനുള്ളൂ അല്ലേ ചേട്ടാ. പിന്നെ അത്ര ഈസി അല്ല ഇവിടെ ഈ ഭാഗത്തൊക്കെ എത്തിപ്പെടുക എന്ന് പറഞ്ഞാൽ നല്ല എത്തിപ്പെടണം. ഭാഗ്യ പരീക്ഷിക്കുന്നവരുണ്ടാവായിരിക്കും. നമുക്ക് അതിനെ കുറിച്ചൊന്നും അറിയത്തില്ല. പക്ഷെ നമ്മൾ ചെയ്യരുതെന്നേ പറയുള്ളൂ. നമ്മളാൾ കുറച്ച് വെള്ളം വാങ്ങിട്ട് വരണ്ടാ. ഇവിടെ നിന്ന് അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ വെള്ളം കിട്ടില്ല, ഒന്നും കിട്ടില്ല. വെള്ളം വാങ്ങി വെക്കാം. ഈ ടൗണിൽ നമ്മൾ വേറെ വഴിക്ക് തിരിഞ്ഞു പോട്ടാ. എന്തോരം പിള്ളേരാന്നറിയോ. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് പറഞ്ഞ പോലെ മഡഗാസ്കറിനെ നിയന്ത്രിക്കാൻ പോണത് ഈ പിള്ളേരാട്ടാ. ഫുള്ള് ഏത് ഗ്രാമത്തിൽ പോയാലും പിള്ളേരില്ലാണ്ടൊരു കളിയില്ലട്ടാ. നമുക്ക് രാവിലെ നമ്മളൊന്നും കഴിച്ചിട്ടില്ല. പഴം ബനാന എടുക്കാം. ബനാന നമുക്ക് എടുക്കാം. നമ്മൾ കുറച്ച് പഴം മേടിച്ച് കഴിക്കണം. ഭയങ്കര വിശപ്പാണ് കേട്ടോ. നമുക്ക് തൊണ്ടയിലാണെങ്കിൽ വെള്ളമില്ല, കുറച്ച് വെള്ളം കിട്ടിയിടും. പക്ഷേ നമുക്ക് ഇന്നലത്തെ ഇരട്ട കുട്ടികളെ കേസ് പറഞ്ഞപ്പോ തന്നെ ഇരട്ടയൊക്കെ തുടങ്ങിട്ടാ. വിശ്വാസങ്ങളാണ് എല്ലാം. എന്തായാലും കുഴപ്പമില്ല. പിള്ളേരൊക്കെ സ്കൂൾ വിട്ട് വരാൻ തോന്നുന്നുണ്ടോ വേണ്ടാ. യൂണിഫോം തോന്നിട്ടാണ്ടാ അല്ലെ. മഞ്ഞ നീല് വേറെ വേറെ. ചെറിയ കുട്ടികൾക്ക് നീല, വലിയ കുട്ടികൾക്ക് മഞ്ഞടാ. സ്കൂൾ കൂടി ഉണ്ടാ പോനൈസായിട്ട്. എന്തോരം പിള്ളേരാന്ന് വെച്ചാൽ ഓരോ ഗ്രാമങ്ങൾക്ക് ഇവിടെ നടന്നു പോകേണ്ടവര്. ടീച്ചർമാരാന്നുണ്ട് വെള്ള ഡ്രസ് ഇട്ട് വരുന്നത് ഉണ്ടാ. നമ്മുടെ ആളെ തോക്കുധാരിയായിട്ട് വന്നുട്ടാ. ഇവിടുത്തെ അവരുടെ പുള്ളിയുടെ ഓഫീസിൽ പോയി പുള്ളി സാധനങ്ങളൊക്കെ എടുത്തു, ടൂൾസ് എല്ലാം എടുത്തു. മറ്റവൻ അവിടുത്തെ മെയിൻ ഓഫീസിലുള്ള ഇവനാണ് ഈ ഏരിയ കുറച്ചും കൂടെ പരിചയമുള്ളത്. അതുകൊണ്ടാണ് ഇവൻ ഇവിടുന്ന് സാധനങ്ങളൊക്കെ എടുത്തിട്ട് വന്നത്. അവര് പറഞ്ഞത് ഇവിടുന്ന് ലഞ്ച് കഴിച്ചിട്ട് പോകാനാ പറയണ. ഇവിടുന്ന് അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണം ഉണ്ടാവില്ല എന്ന് പറയണം. ഇതിനോടത്തൊരു ചെറിയൊരു ഹോട്ടൽ എന്ന് പറയാനുള്ളത് അല്ലേ. എന്നാ നിനക്ക് കഴിക്കട്ടാ. നമ്മുടെ ഡ്രൈവർ ചേട്ടൻ അവിടെ ഇരുന്ന് വണ്ടിയിലിരുന്നു. നമുക്ക് വണ്ടിയിൽ ഫുള്ള് സാധനങ്ങൾ, നമ്മുടെ ക്യാമറ ഐറ്റംസ് മൊത്തം വണ്ടിയിലാണ്. നമ്മൾ ചെറുതായിട്ട് ലഞ്ച് കഴിക്കാനായിട്ട് വന്നിരിക്കട്ടോ. ഹലോ സലാമത്തു ബീഫ്. ഓ ബീഫ് ഇതാ ഒരു ഉണക്കി വെച്ച സാധനം തോന്നുന്നുട്ടോ. സലാമ
ഡെങ്കിയും സംഭവങ്ങളൊക്കെ വരാൻ വേറെ ഒന്നും വേണ്ട കേട്ടോ. നമ്മള് ബനാന കഴിച്ചിട്ട് വയറ് നിറഞ്ഞിട്ടോ. എന്നാലും ഇവര് കഴിക്കട്ടെ. അപ്പൊ നമ്മൾ കഴിപ്പിച്ചേ പറ്റൂട്ടോ നമുക്ക് വരാം. ഇതിന് ഇവിടുത്തെ മെയിൻ തോക്ക നോ തോക്ക ഒരു തോക്ക കയ്യിലുണ്ട് അമ്മച്ചിയാ. ഇതിന്റെ ലോക്കല് ഇവിടുത്തെ സ്പിരിറ്റ് ഇട്ടാണ്ടാ. ഇതിൽ നിന്ന് അമ്മച്ചി വേണ്ട അങ്ങോട്ട് മാറ്റണ മറ്റേ എനിക്ക് ഒഴിക്കണു. വാറ്റ് ചാരായത്തിന്റെ വേറൊരു രൂപ കേട്ടോ. മണ്ണല്ലേ മണ്ണുണ്ടോ നോക്കിയാ. നമ്മുടെ കള്ള് മറ്റേ വൈൻ്റെ മണം, നല്ല വൈൻ്റെ മണം അല്ലേ. ഇത് അരിഷ്ടം നമ്മുടെ വൈനല്ല, ഈ നമ്മുടെ ഷോർട്ട് അടിച്ച പോവോ നമുക്ക് അടിച്ച് ടേസ്റ്റ് നോക്കിയാലോ. ഒരു പകുതി പോയി അടിക്കാം, ധാരണ അടിക്കാം. മദ്യപാന ആരോഗ്യത്തിന് ഹാനികരട്ടോ. പക്ഷേ സംഭവം എന്ന് അറിയണോ ഞങ്ങൾക്ക്. നോക്കി ടേസ്റ്റ് നോക്കിയാ, കുറച്ച് ടേസ്റ്റ് നോക്കിയാ. കയ്യിൽ കൊണ്ടോ? No, you like this, then why for me? No. എന്താ എനിക്ക് എന്തൊരു സീൻ ചിന്തിക്കാൻ പറ്റില്ലേ? Is a more powerful or us? Why Sajo like this? No. അതല്ല, ഞാൻ മണം അടിച്ചപ്പോൾ നമ്മുടെ നാട്ടിലെ നെല്ലിക്കാരി ഇഷ്ടം പോലെയൊക്കെ എനിക്ക് തോന്നിയത്. പക്ഷെ കുടിച്ചു കഴിഞ്ഞപ്പോൾ കയ്പും എല്ലാം കൂടെ കൂടിയിട്ട് ഒരു ഭയങ്കര കുത്തല്. ശരിക്കും ആൽക്കഹോൾ തന്നെ, ശരിക്കും മറ്റേ സ്പിരിറ്റ് ഐറ്റം അല്ല. കണ്ണടിച്ചു പോവോ? എന്റെ കണ്ണെന്താ ചോദിച്ചിരിക്കണേ? ഞാൻ അങ്ങനെ അധികം മദ്യപിക്കുന്ന ആള്. മതി ഓക്കെ. മുതലായി സാധനം, മുതലായി പോ. ഫയർ? ഓ ഇത് ഫയർ ഒക്കെ ആക്കണ്ടോ. അത്രയ്ക്കും ഒറിജിനൽ സാധനട്ടാ. ഇവിടുത്തെ ആൾക്കാര് ഗോൾഡ് മൈൻ എടുക്കുമ്പോഴേ പക്ഷെ മണം ഉണ്ടല്ലോ, ഭയങ്കര മണാട്ടത്. അമ്മച്ചി ഇങ്ങനെ ഡീൽ ചെയ്യണ കാര്യങ്ങള് ഇങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ? ഡെയിലി എത്ര ലിറ്ററാ കയറണ? No? ഇല്ലടാ. അപ്പൊ അമ്മച്ചി മറ്റേ തീ കത്തിച്ച് കളിക്കാട്ടാ. ഓരോ സാധനം വന്നിട്ട് നോക്കിയാ ഓരോ ഐറ്റംസ് കൊടുക്കണു. ഫുള്ള് തീ പിടുത്താന്ന് പറഞ്ഞിട്ട് ഇവിടെ കട തീ പിടിച്ചിട്ട് പോളോ. ഓക്കെ ഫിനിഷ്. ഓക്കെ ഓഫ്. അമ്മച്ചി എന്റർടൈൻമെന്റ് സെഷൻ. അമ്മച്ചിയുടെ കട കത്തിട്ടപ്പോ നമ്മളത് തമാശക്കൊക്കെ പറയണെങ്കിലേ ഈ സാധനം അടിച്ചിട്ടുണ്ട് ഇവിടുത്തെ മൈനുകളൊക്കെ ആൾക്കാർ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? ഇവിടെ ഏറ്റവും കൂടുതൽ സാധനങ്ങളില്ലേ ഈ പട്ടണത്തിൽ നിന്ന് കൂടുതൽ പോണത് ഈ മദ്യത്തിന്റെ. നമ്മൾ കണ്ട ജാറുണ്ടല്ലോ, 100 കണക്കിന് ജാറുകളാണ് ഇവിടെ നിന്ന് പുറത്തേക്ക് പോകണമെന്ന് പറയണത്. അപ്പൊ അവർക്ക് ഈ പണിക്കാർക്ക് ഇത് അടിക്കാൻ വേണ്ടിട്ട് ഇത് മേടിച്ച് കൊണ്ടുപോവാ. നമുക്ക് കുറച്ച് സ്വർണം കിട്ടി കഴിഞ്ഞാൽ ഇത് മദ്യം മേടിക്കാനായിട്ട് ചെലവാക്കുക. പിന്നെ അവർ കിടന്ന് ഉറങ്ങുക, രാവിലെ പണിയെടുക്കുക, വീണ്ടും കുറച്ച് സ്വർണം കിട്ടുക, വീണ്ടും മദ്യം മേടിക്കുക. ഇങ്ങനെ നിൽക്കണ ഒരുപാട് ആൾക്കാർ ഇതിന് ചുറ്റുപാടുണ്ട്. ഒപ്പം തന്നെ വേശ്യാലയങ്ങളും സംഭവങ്ങളൊക്കെ ആയിട്ട് ഇവിടെ വേറൊരു പ്രശ്നം നമുക്ക് കാണാൻ പറ്റാം. എന്തായാലും നമുക്ക് ഇതിന് ഇന്നർ സൈഡിലേക്ക് യാത്ര തുടങ്ങാം. അമിജിതെ പഴം കൊണ്ടുവരണം. പഴം കണ്ട നമ്മുടെ മുളക് ഇട്ടിട്ടാ. മുളകാണ് എന്താ സംഭവം? തക്കാളി മുളകൊക്കെ ഉണ്ടിട്ടാ അല്ലേ? അധികം പഴുക്കാത്ത പഴട്ടാ. നമ്മൾ ഭക്ഷണം കഴിക്കാൻ വന്നിടത്തുള്ള കളി കാണിച്ചേട്ടെ. കളി കാണിച്ചിരണല്ലോടാ. ഓണാക്കിട്ടാ. ഇതിൻ്റെ ഉള്ളിന് നമ്മൾ ഗോൾഡ് പിടിക്കാൻ പോണത്. കളികളുടെ ലെവല് കണ്ട, ഏത് ലെവലിൽ സാധനം കൊണ്ടുപോകണം കണ്ട നിങ്ങള്. മൊബൈൽ ഫോൺ പോലും ഇല്ലാത്തൊരു മോഡേൺ മൊബൈൽ ഫോൺ പോലും ഇല്ലാത്ത ചെറുപ്പക്കാരുടെ പോക്കറ്റ് വരെ സ്വർണം തൂക്കുന്ന മെഷീൻ ഉണ്ട്. അപ്പൊ അതിന്റെ ഉള്ളിൽ നിന്ന് വിട്ടുകിട്ടോ. കള്ളം മാറണുണ്ടോ നമ്മൾ ചെറുതായിട്ട്? ഗോൾഡ്രാ ചെണ്ട പൊന്നോ, ചിന്തിക്കാൻ പറ്റുമോ? ഹൗ മെനി ഗ്രാംസ്? 199 No, 1.9 gram. Almost 2 gram. Okay. അപ്പോൾ അത് തിരിച്ച് ആ ചെപ്പിലേക്ക് ഇട്ടു. ഇനി അടുത്ത ചെപ്പിട്ടാ. ഇത് പൊടിയായിട്ട് വന്നിരിക്കുന്ന സാധനമാണ്. അല്ലോ അടുത്ത ചെപ്പിന്ന് വീണ്ടും ഇട്ടുട്ടാ. ഇതിൽ ഇതിൽ കുറച്ച് കൂടുതലിട്ടോ അല്ലോ. ഇതിൽ സ്വർണ്ണ കട്ട് ചെയ്തിട്ടാ നോക്കിയേ. ഒരു ചെറിയ രീതിയിൽ ഗോൾഡ് സെറ്റ് ചെയ്യണത് 8 ഗ്രാം ഉണ്ട്. ഏകദേശം 1 പവനാണ് നമ്മൾ കാണട്ടത് മേക്കിങ്. അമ്മക്ക് ഇതിന്റെ വേറെ മൂഡ് കേട്ടോ. പോയാലോ നമുക്ക് പണി കിട്ടും.
ഞങ്ങള് സ്വർണം തേടി പോവുകയായിരുന്നെങ്കിലും ചിലപ്പോൾ നമുക്ക് തോന്നും ആ സ്വർണം നമ്മളെ തേടി വരുന്നത്. പക്ഷെ അതിനകത്തൊക്കെ എത്രത്തോളം സത്യമുണ്ട് ഒന്നും നമുക്കറിയത്തില്ല. നമ്മുടെ നാട്ടിൽ നിന്ന് പുറത്തുനിന്നുള്ള ആരും ഇവിടെ വന്നു കഴിഞ്ഞാലും നമ്മളെ ഏജന്റുമാർ അപ്രോച്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇത് കാണിച്ചിട്ട് അവർ വലുത് കാണിക്കാന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകും, അപ്പം അല്ലകും. അതാണ് അവിടുത്തെ മെയിൻ സംഭവം അല്ലേ. പിന്നെ എന്താ വെച്ചാൽ ഇവിടെ ബൈ ഹാൻഡ് ക്യാഷ് കൊടുക്കേണ്ട പരിപാടിയാണ്, അല്ല ഇവിടുത്തെ പൈസ കൊടുക്കേണ്ട പരിപാടി. അപ്പൊ അത് കാരണം നമ്മള് ഇന്ത്യ മണിയുടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മാർഗാസ്കി പൈസ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബൾക്ക് എമൗണ്ടാണ്. അപ്പൊ ഇത്രയ്ക്കും പൈസ കൊണ്ടുവന്ന് ഇവിടെ വന്ന് മേടിച്ച് കൊണ്ടുപോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഊഹിക്കാലോ. How many purities is for this and for this? This is a low purity. This is a high purity. This one another line. Okay. Another line. Yeah, another line. He then know already. The purity for the line of where he take this. ഓരോ സ്ഥലത്തന്നെയാണ് അവര് പ്യൂരിറ്റി കണക്കാക്കണത് അല്ലേ. നമ്മുടെ പേര് എന്താ വെച്ചാലേ നമ്മളിവിടെ നിൽക്കുമ്പോൾ ഒരുപാട് സ്ഥലത്ത് നിന്ന് ഇവർക്ക് ഫോൺ വരുന്നുണ്ട്. ചെറിയ എല്ലാം കുഞ്ഞെ പോലത്തെ ഒരു ഫോണാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ കിരി എപ്പോഴും ഫോൺ വരലും കമ്മ്യൂണിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ അതിന് നമ്മള് ഇത്രയ്ക്ക് റിസ്ക് എന്ന് പറയാനുള്ള വേറെ കാരണം നമുക്ക് എന്തുണ്ടാവുന്നുണ്ടല്ലോ ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. ഏജന്റുകളെ പോക്കറ്റിൽ കയ്യിൽ നിൽക്കാടാ എപ്പോഴെങ്കിലും എന്തു കാണുന്നതൊക്കെ ഏജന്റുകളാട്ടോ. നമ്മുടെ ഭയങ്കര സംഭവം കാണുമ്പോ നമുക്ക് പേടി വരുന്ന എന്നാണെന്നറിയാവോ, നമ്മളെ ആൾക്കാർ അടുത്തടുത്ത് വരുന്ന തോറും നമുക്ക് തോന്നുന്നു നമ്മളൊരു ട്രാപ്പിലേക്ക് പോകുന്ന പോലെ നമുക്ക് തോന്നുന്നു. നമ്മൾ ഇത്ര ആൾക്കാര് വട്ടം കൂടി ഈ സാധനം വന്നപ്പോഴല്ലേ ഇവിടുത്തെ ഏജന്റ് നമ്മൾ ലാസ്റ്റ് നിങ്ങൾ ഷോട്ട് ഉണ്ടല്ലോ നമ്മുടെ വണ്ടിയുടെ ബാക്കിൽ നിന്നിട്ട് മറ്റേ നമ്മുടെ ആളോട് സംസാരിക്കുന്നത്, അങ്ങനത്തെ ഏജന്റുമാര് ഫുള്ള് വട്ടം കൂടിയിട്ട് നിങ്ങൾക്ക് നമ്മൾ തരാം ഗോൾഡ് തരാം, നിങ്ങൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും. ഒരു രക്ഷയില്ലടാ. നമ്മള് നെഞ്ചിടിച്ചോണ്ട് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോ സ്കച്ച് വീണ് കഴിഞ്ഞു. ദൈവത്തിനറിയാം ഊരി പോരാൻ പറ്റിയാ മതി. ഈ പട്ടാളക്കാർ നമ്മുടെ കൂടെ ഉള്ളത് മാത്രമാണ്. ഇവർ രണ്ടുപേരൊന്നും ഒരു കാര്യമില്ലട്ടാ. പട്ടാളക്കാരും പിന്നെ ഇവിടുത്തെ ലോക്കൽ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് മാത്രമേ ഈ കളി കളിക്കണം. നമ്മള് ചിന്തിക്കാൻ പറ്റും. ഇന്നലെ വരെ ഞങ്ങളുടെ ടെൻഷൻ ഇവരിലേക്ക് എത്താൻ പറ്റുമോ എന്നുള്ളതായിരുന്നു. ഇപ്പൊ നമ്മുടെ ടെൻഷൻ ഇവരിൽ നിന്ന് ഇവിടെ ഊരി പോരാൻ പറ്റുമെന്നാണ് പേടി. അപ്പൊ നമ്മള് ഇവിടെ നിന്ന് ഉള്ളിലേക്ക് തിരിയണം കേട്ടോ. ടാറോടൊക്കെ തിരിഞ്ഞ് അവന് ഉള്ളേ പോണ്ടല്ലോ, ഓടി വരുന്നുണ്ടോ. അവരിടപെട്ടു. നമ്മള് ഇതിനാണ് ഇവിടെ കളി നമുക്ക് വേണ്ടത്. ഇവര് ചോദിച്ചത് നമുക്ക് ഗോൾഡ് പിടിക്കാൻ വരുന്ന ആൾക്കാരാണെന്ന് ചോദിക്കണതേ. പ്രൈവറ്റ് സെക്യൂരിറ്റി രണ്ട് വേൾഡ് ആട്ടോ. നമ്മുടെ ഉള്ളത് ഗവൺമെന്റ് സിസ്റ്റവും മറ്റത് പ്രൈവറ്റ് സിസ്റ്റമാണ്. രണ്ടും കൂടെ സെറ്റ് ആയിട്ട് നമ്മൾ ഇവിടുന്ന് വരുന്നത് ചെക്കനൊക്കെ വണ്ടടിച്ചിരിക്കുക. എന്തിലൂടെ നടക്കണ നോക്കിട്ട് നിക്കണ. നമുക്കൊരു ഏകദേശം 36 കിലോമീറ്റർ യാത്ര ഉണ്ട് കേട്ടോ. ഈ ഇടുങ്ങിയ വഴി കൂടെ നമുക്ക് 36-37 കിലോമീറ്റർ ഉണ്ട്. ഇവര് പറഞ്ഞത് ഏകദേശം 1 മണിക്കൂർ യാത്ര. 1 മണിക്കൂർ എത്തും നമ്മള്. ഇങ്ങനത്തെ റോഡിൽ 1 മണിക്കൂർ നമ്മൾ ഇങ്ങനത്തെ ഇടുങ്ങിയ വഴി കൂടെ പോകണ്ട. ഈ വഴിയിൽ പോകുമ്പോഴാണ് നമുക്ക് പ്രശ്നം. പോകുമ്പോൾ വരുമ്പോഴാണ് പല ആൾക്കാരും പല സംഭവങ്ങളും ഉണ്ടാവണമെന്ന് പറയണത്. എന്തായാലും നമുക്ക് നോക്കിക്കണം. കടത്തി വിടില്ലേട്ടോ നമ്മളെ. ഫുള്ള് നമ്മളെ ബ്ലോക്ക് ചെയ്തിരിക്കാം. അത് പോയി കണ്ടിട്ടാ നമ്മള് വിചാരിച്ച പോലെ നമ്മളവസാനം ചെയ്യുന്നറിയും. ഇവരുടെ സ്കെച്ച് മാറ്റാൻ പറഞ്ഞിട്ടേ നമ്മൾ ഈ സ്വർണം വാങ്ങാൻ വന്ന ആൾക്കാരാന്ന് പറയാനായിട്ട് മുതലാളിമാരെ വിളിച്ചുകൊണ്ടിരിക്കും. ഇതിനുള്ള കുറേ ആൾക്കാർക്ക് ഷെയർ ഉണ്ട്. അപ്പോൾ ഇവരൊക്കെ നമ്മുടെ പാസ്പോർട്ടിൻ്റെ കോപ്പി അത് ഇതൊക്കെ വേണമെന്ന് പറയണു. അപ്പോൾ നമ്മൾ ബയേഴ്സാന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വെയിറ്റ് ചെയ്യാം. നമ്മളിപ്പോൾ ഈ വണ്ടി ഈ ഭാഗത്തേക്ക് വന്നപ്പോഴേ നമ്മുടെ ചുറ്റുപാട് ആൾക്കാരൊക്കെ ഏജന്റുമാർ അവിടെ ഇവിടെ കയറി ഒന്ന് കൂടിയിട്ടില്ല. അങ്ങനെയുണ്ട്. പിന്നെ നമ്മുടെ കൂടെ ഇവരൊക്കെ ഉള്ള ചെറിയ സമ്മാനം നിർജ്ജയുണ്ടോ എല്ലാവരും തോന്നലാണ്. ഞങ്ങള് സ്വർണം കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു സംശയം ഉണ്ടാന്ന് ഇറങ്ങിയപ്പോളേ ഇപ്പൊ സ്വർണം കണ്ടുപിടിച്ചിട്ടില്ലേ ഇവിടുന്ന് എങ്ങനെ പോവാന്ന് മനസ്സിലാവുന്ന അവസ്ഥയിൽ നിൽക്കണ.
നമ്മളെ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറി നമുക്ക് അവസാനിപ്പിച്ചാലേ പണ്ടുള്ള ഡേഞ്ചറസ് വ്ലോഗുകളിലെ അപ്പന്മാരാന്നുള്ള കേസ് നമ്മൾ വീണ്ടും തെളിയിച്ചിരിക്കുന്നു. റോളില്ല, പോലീസുകാരുണ്ടെന്ന് പറയുമ്പോഴില്ലേ അവനൊന്നും മാറ്റി നിർത്തി ബാക്കി നോക്കണ്ടെന്ന് പറഞ്ഞ പോലത്തെ കേസാട്ടാ. പണി കൊണ്ടുവരണ്ടെന്ന് വെച്ചിട്ട് സെക്യൂരിറ്റി ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ നാട്ടുമായിട്ട് നടക്കുമോ? ഒരു ചെറിയ ഗേറ്റിലെ ഒരു പയ്യൻ നിന്ന് നമ്മളെ സ്റ്റോപ്പ് ചെയ്യാൻ മാത്രമുള്ള പവർ. ഇതിന്റെ ഉള്ളിൽ വേറെ മറ്റുള്ള രാജ്യക്കാരുടെ മൈനുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ. അപ്പൊ അത് കാരണം കുറച്ച് വലിയ പ്രൊട്ടക്ഷൻ ഏരിയയിലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. എന്തായാലും ദൈവത്തിന് ഗുഡ് ന്യൂസ്. Responsible. Yeah, you talk to the responsible there. Hello. Good morning. Good morning. How are you? Your name? Karmang. Okay. 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 According our procedure. Okay. We need to. Okay. All the information. Okay. I can tell you anything. What do you want? What do you want to know? First, you need to send to us first. Writing request. WhatsApp. Okay. Then we need to send it our Okay. Okay. You want request letter, right? Okay. Okay, let's see what we can do. Okay, we will send the WhatsApp for the request. Okay. No problem. Thank you. അങ്ങനെ ഒന്നും പറയണ്ട. ജീവിതത്തിലെ ഏറ്റവും പേടിക്കപ്പെട്ട ഒരു സമയമാണ് ഇപ്പൊ കടന്നുപോയത് ഞങ്ങളുടെ. വേറെ ഒന്നല്ല, നമുക്ക് എൻട്രി ഒക്കെ തന്നവര് അവര് ടീം തന്നെയായിട്ട് നമ്മുടെ അടുത്തേക്ക് വന്നു. ഒരു 2 ലാൻഡ് ക്രൂസിലെ മറ്റേ പ്രാഡോയില് അവർ വന്നു. പ്രാഡോയില് വന്നിട്ട് അവർ പറഞ്ഞു ഓക്കെ നിങ്ങൾക്ക് നമ്മളൊരു ഏജന്റ് ആയിട്ടുള്ള കയറി പോകാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഞങ്ങളവരെ വണ്ടിയിൽ കയറ്റി ഈ വണ്ടിക്ക് കൂട്ടിട്ടു. നമ്മുടെ വണ്ടിയൊക്കെ സൈഡിൽ ഒതുക്കി. ഫോൺ പോയിട്ട് ഒരു നല്ലപോലെ എടുക്കാൻ സമ്മതിച്ചില്ല അല്ലേ? വീഡിയോ അത്യാവശ്യം സാധനത്തിന്റെ സ്റ്റഫിന്റെ വീഡിയോ കാണിച്ചു തന്നു. അപ്പൊ അവര് പറഞ്ഞ അവര് പോകുമ്പോ ഉണ്ട് നമ്മൾ ഈ പോണ വഴിക്കൊക്കെ ഉണ്ടല്ലോ ഭയങ്കര കാഴ്ചകളാണ്. പക്ഷെ നമുക്കൊന്നും വീഡിയോ ആയിട്ട് പകർത്താൻ പറ്റില്ല. നമ്മളൊരു ഏജന്റ് ആയിട്ട് കയറി ചെന്ന കാരണം അവിടെ പോയിട്ട് അവര് ഒരു സ്ഥലത്ത് നിർത്തി നിങ്ങൾക്ക് ഗോൾഡിന്റെ ക്വാളിറ്റി ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി കണ്ടിന്യൂഷൻ ആയിട്ട് വീഡിയോ എടുക്കാൻ ശ്രമിച്ചിരുന്നു. സത്യം പറഞ്ഞാൽ അതൊരു പിന്നീട് അത് അവര് സമ്മതിക്കാത്ത അവര് അലമ്പുമൂളിക്ക് ചെറുതായിട്ട് വന്നു. നമ്മള് നടക്കുന്ന കഥകളൊക്കെ വളരെ ദയനീയമായ കഥകളാണ്. പുറത്ത് പോകാൻ അവർക്ക് ഇഷ്ടമില്ല. ഞങ്ങൾക്കും പറയാൻ എനിക്ക് അതിന് വേണ്ടി ഒരു എപ്പിസോഡ് നമുക്ക് ചെയ്യാം. അവിടുത്തെ അനുഭവങ്ങൾ വെച്ചൊരു എപ്പിസോഡ് നമ്മൾ ചെയ്യുന്നുണ്ട്. അവരവിടെ നമുക്ക് തന്ന കുറച്ച് ഗോൾഡിന്റെ പടങ്ങൾ നമുക്ക് താഴെ വെക്കാൻ വേണമെങ്കിൽ ചെറിയ വീഡിയോ നമ്മുടെ കൂടെ വന്ന ഏജന്റിന്റെ മൊബൈലിൽ നമ്മൾ ചെറിയ വീഡിയോ എടുക്കാൻ സമയം നമ്മുടെ ബോസിന് കാണിച്ചു കൊടുക്കാനാണെന്നുണ്ട് അതിൽ കാണിച്ചു തന്നപ്പോൾ കുറച്ച് വീഡിയോസ് അങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റി. എന്നിരുന്നാലും ഭയങ്കര ഒരു ലൈഫ് ടൈം മൊമെന്റ് ആയിരുന്നു. 4 തോക്കായിരുന്നു. ഷൈജാന്റെ അപ്പുറത്തിപ്പുറത്തൊരാൾ, എന്റെ അപ്പുറത്തിപ്പുറത്തൊരാളായിട്ട് 2 ലാൻഡ് ക്രൂസറിലാണ് ഞങ്ങൾ 2 പ്രാഡോയിലാണ് ഞങ്ങൾ അകത്തേക്ക് കയറി പോയത്. ഏകദേശം ഒരു 18-19 കിലോമീറ്റർ അപ്പുറത്തായിരുന്നു ഈ സ്ഥലം പറഞ്ഞത്. ഇരുട്ട ഈവനിങ് അവറായി. ഈവനിങ് പറഞ്ഞാൽ ഈവനിങ് അവറായെന്നല്ല, 5-6 മണി. എത്ര മണിക്കൂർ പോയി നമ്മുടെ 4-5 മണിക്കൂർ പോയി. അത് മാത്രമല്ല വെയിറ്റിംഗ്, ആദ്യം കുറെ വെയിറ്റ് ചെയ്തു. പിന്നെ അവരുടെ ടീം വന്നു അങ്ങനെയൊക്കെ. പിന്നെ അവസാനം പറഞ്ഞ പോലെ അങ്ങോട്ട് കയറാൻ നമ്മൾ വിചാരിച്ചതിനേക്കാളും ആഗ്രഹിച്ചു പുറത്തോട്ട് ഇറങ്ങാനായിട്ട്. അത് നമുക്ക് സാധാരണ ഗോൾഡൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം തോന്നി. ഈ എന്തോരം ഗോൾഡാന്ന്. പക്ഷെ ഇത് കാണുമ്പോൾ നമുക്ക് എങ്ങനെ തിരിച്ചു പോയാൽ മതി എന്നുള്ളൊരു തോന്നൽ വന്നു. എന്നിരുന്നാലും നമ്മൾ ഈ ഒരു സീരീസിലെ ഗോൾഡ് തേടിയിട്ടുള്ള യാത്ര ഇതുവരെ നിർത്തിയിട്ടുണ്ട്. ഇനി വരുന്നതാണ്. ഇനി നാളെ മുതൽ നമുക്ക് തിരിച്ച് നമ്മുടെ ഒരു കോംബോ വീഡിയോ, നമ്മുടെ ഇവിടുത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള ജീവിതം അല്ലെങ്കിൽ ഇവിടുത്തെ ലോക്കൽ കൾച്ചറല്ലേ ഇതൊക്കെ നമുക്ക് കാണിക്കാനായിട്ട് അവസരം കിട്ടും. മഡഗാസ്കറിന്റെ ബ്യൂട്ടി നമ്മൾ ഒരു പരിധി എത്രയോ കാണിച്ചിട്ടുള്ളൂ. അപ്പൊ എന്തായാലും നാളെ നമുക്ക് മഡഗാസ്കറിലത്തെ വില്ലേജ് ലൈഫും ഇവിടുത്തെ ലോക്കൽ അനുഭവങ്ങളൊക്കെ ആയിട്ട് കാണാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെടുന്ന ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പേടിച്ചൊരു മൊമെന്റ് ഉണ്ട്. കാരണം ഞങ്ങൾ ഇപ്പോഴും ഒരു വളരെ വെളുത്തിരിക്കണം. ഒരു വേറൊരു മൊമെന്റാണ് കടന്നുപോയത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രാവൽസിന്റെ ഗോൾഡ് തേടിയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരിക്കോ, ബെൽ ബട്ടൺ അമർത്താൻ മറക്കരിക്കോ. എല്ലാ സംഭവങ്ങളും ചെയ്തോട്ടാ. മഡഗാസ്കർ ട്രാവലിസ്റ്റ.
7 ദിവസത്തെ ഒരു ആഫ്രിക്കൻ യാത്ര പോയാലോ? അതും സൗത്ത് ആഫ്രിക്ക, സിംബാബ്വെ, സാംബിയ എന്ന രാജ്യങ്ങളിലൂടെ. ഒരുപാട് പേര് പറഞ്ഞു ചെറിയ യാത്രകൾ സംഘടിപ്പിക്കാൻ സാധനപ്പാന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ ഗ്രീൻ ബുക്ക് പ്രോഗ്രാമിന്റെ അടുത്ത യാത്ര ഈ വരുന്ന ഓഗസ്റ്റ് സെപ്റ്റംബറിലാണ് നടത്തുന്നത്. ഈ യാത്രയിൽ 2 നാച്ചുറൽ വണ്ടേഴ്സ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നുണ്ട്. സൗത്ത് ആഫ്രിക്കയിലെ ടേബിൾ മൗണ്ടനും ലോകത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടങ്ങളൊന്നായിട്ടുള്ള വിക്ടോറിയ വെള്ളച്ചാട്ടവും. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.